KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ചരിത്രം സൃഷ്ടിച്ച് ICF ഒമാൻ ദേശീയ ദിനാഘോഷ റാലി. ആവേശഭരിതരായി സ്വദേശികൾ. പശുവിനെ കൊല്ലുന്നവർക്ക് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലെന്ന് കോൺഗ്രസ് നേതാവായ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. 21ാം നൂറ്റാണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസിയാൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പതാക തലതിരിച്ചുകെട്ടി അപമാനിച്ചു. ചരിത്രമെഴുതി SSF മലപ്പുറം ജില്ലാ സമ്മേളനം. പുതിയ പ്രഖ്യാപനത്തിനായി 10,000 മലപ്പുറത്ത്. മഅദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുംബൈയിൽ വൈസനിയം ഓഫീസ് തുറന്നു. വാർത്തകൾ വിശദമായി. 21ാം നൂറ്റാണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടേതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13ാമത് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയല്ല, ജനങ്ങളുടെ ആവേശമാണ് രാജ്യത്തെ വളർച്ചയെ നയിക്കുക. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പരിഷ്കരണങ്ങളാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ആസിയാൻ രാജ്യങ്ങളിലെ നേതാക്കളും ജനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രശംസയർഹിക്കുന്നു. ആസിയാനിൽ ചെറിയ രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ എന്നും ആസിയാനുമായി നല്ല ബന്ധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയെ പരിഷ്കരിക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യം. സാമ്പത്തിക സ്ഥിരത ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. ASEAN's 10 member countries form an economic powerhouse. ASEAN has emerged as one of the largest economic zones in the world. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മലേഷ്യയിലെത്തിയത്. ചൈനീസ് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം അടക്കമുള്ളവ ആസിയാൻ ഉച്ചകോടിയിൽ ചർച്ചയാകും. ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പതാകയെ അപമാനിച്ചു. പതാക ശ്രദ്ധിക്കാതെ പതാകയ്ക്ക് അരികിൽ നിന്ന് പ്രധാനമന്ത്രി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതും വിവാദമായി. ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയ്ക്കൊപ്പം നിന്ന് എടുത്ത ഫോട്ടോയിലാണ് പതാക തലതിരിച്ചു കെട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത്. പതാകയിലെ പച്ചനിറം മുകളിലും കുങ്കുമനിറം താഴെയുമായിട്ടായിരുന്നു പതാക കെട്ടിയത്. എന്നാൽ പ്രധാനമന്ത്രി ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ദേശീയ പതാക ശ്രദ്ധിക്കാതിരുന്നതിന് മോദിക്ക് വിമർശനവുമായും ചിലരെത്തി. 3 ദിവസത്തെ മലേഷ്യൻ സന്ദർശനത്തിനെത്തിയതാണ് പ്രധാനമന്ത്രി. പശുവിനെ കൊല്ലുന്നവർക്ക് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലെന്ന് കോൺഗ്രസ് നേതാവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്ത്. പശുവിനെ കൊല്ലുന്നവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്ത് പറഞ്ഞു. ബീഹാറിലെ കനത്ത തോൽവിക്കു ശേഷം ഗോമാംസ രാഷ്ട്രീയത്തിൽ സംഘ് പരിവാർ പ്രതിരോധത്തിലായിരിക്കെയാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന. എന്നാൽ പ്രസ്താവന വിവാദമായതോടെ താനങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും റാവത്ത് മാറ്റി പറഞ്ഞു. പശുവിനെ കൊല്ലുന്നവൻ ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഉത്തരാഖണ്ഡിലെ ക്ഷേത്ര നഗരമായ ഹരിദ്വാറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റാവത്ത് പറഞ്ഞു. ഇന്ത്യയിൽ ജീവിക്കാൻ അവർക്ക് അവകാശമില്ലെന്നും ഉത്തരാഖണ്ഡിൽ ആരെങ്കിലും പശുവിനെ കൊന്നാൽ അവരെ നിയമം ഉപയോഗിച്ച് കർക്കശമായി നേരിടുമെന്നും ഗോക്കളെ സംരക്ഷിക്കാൻ സാധ്യമായത് എന്തും ചെയ്യുമെന്നും റാവത്ത് ഉറപ്പു നൽകി. ഗോഹത്യക്കെതിരെയുള്ള നിർദ്ദേശം തന്റെ സർക്കാർ സമർപ്പിച്ചതാണ്. ഗോകുലങ്ങൾക്ക് ഭൂമി മാത്രമല്ല, പശുക്കൾക്ക് തീറ്റ കൂടി കൊടുക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാകും ഇനി ഉത്തരാഖണ്ഡെന്നും റാവത്ത് കൂട്ടിച്ചേർത്തു. ദിഗ്വിജയ് സിംഗാണ് കോൺഗ്രസ് പക്ഷത്തുനിന്ന് ആദ്യമായി ഗോവധ നിരോധത്തെ പരസ്യമായി പിന്തുണച്ചത്. ഗോമാംസ രാഷ്ട്രീയത്തിന്റെ പേരിൽ കലാപങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറിയത് ദേശീയ തലത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ആയുധമാക്കുന്നതിനിടയിലാണ് UPA സർക്കാരിൽ ജലവിഭവ മന്ത്രി കൂടിയായിരുന്ന റാവത്ത് സംഘ് പരിവാറിനെ കടത്തിവെട്ടുന്ന പ്രസ്താവന നടത്തിയത്. രാജ്യത്ത് ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഗോമാംസം ഉപേക്ഷിക്കണമെന്ന് BJP നേതാവും ഹരിയാന മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടാർ പ്രസ്താവന നടത്തിയിരുന്നു. വിവാദമായപ്പോൾ പിൻവലിച്ചു. BJP ഗോമാംസ രാഷ്ട്രീയം ഏറ്റെടുക്കും മുമ്പേ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ഗോഹത്യ നിരോധിച്ചത് കോൺഗ്രസ് ആണെന്നായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവന. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ബാർ കോഴക്കേസിൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഡിസംബർ 2 മാറ്റി. വിശദമായ റിപ്പോർട്ടിലേക്ക്. ബാർ കോഴക്കേസിൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഡിസംബർ 2 മാറ്റി.
എല്ലാ കക്ഷികളുടെയും വാദം കേൾക്കണമെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്. വിജിലൻസ് കോടതിയിൽ കക്ഷിയായിരുന്ന സണ്ണി മാത്യു നൽകിയ റിവിഷൻ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പൊതുപ്രസ്താവനകൾ നടത്തരുതെന്നും കോടതി പറഞ്ഞു. കെ എം മാണി നിരപരാധിയാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പാടില്ലാത്തതായിരുന്നുവെന്നും കേസിലെ ഇടപെടലാണെന്നും കോടതി നിരീക്ഷിച്ചു. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കേസിലെ എതിർകക്ഷികൾക്കും കെ എം മാണിക്കും നോട്ടീസ് അയച്ചു. വിജിലൻസ് രേഖകൾ പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. രാവിലെ കോടതി ചേർന്നപ്പോൾ ബാർക്കോഴ കേസിൽ സിബിഐ അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. പ്രതിയായ മന്ത്രിക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണം എങ്ങനെ നടക്കുമെന്നും സംസ്ഥാനത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കുകയല്ലേ ഉചിതമെന്നും കോടതി ചോദിച്ചു. സിബിഐ അന്വേഷണം സംബന്ധിച്ച സർക്കാർ നിലപാട് ഉച്ചയ്ക്ക് മുമ്പ് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. കോഴ നൽകിയതിന് തെളിവില്ലെന്ന് കണ്ടെത്തിയിട്ടും തുടരന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് കോടതിയുടെ തീരുമാനം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് കോടതിയിൽ വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിക്കാതെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് നിയമപരമല്ലെന്നാണ് ഹർജിയിലെ വാദം. നേരത്തെ വിജിലൻസ് കോടതിയുടെ തുടരന്വേഷണ ഉത്തരവ് ജസ്റ്റിസ് ബി കമാൽ പാഷ ശരിവച്ചിരുന്നു. അന്ന് ഹൈക്കോടതിയുടെ പരാമർശത്തെ തുടർന്ന് ധനമന്ത്രി കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. കേസിൽ തുടരന്വേഷണം വേണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിക്കെതിരെ വിജിലൻസ് വകുപ്പ് നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കവെ പദവിയിൽ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശം ധനമന്ത്രി കെ എം മാണിയുടെ മനസാക്ഷിക്ക് വിടുന്നുവെന്ന് ഹൈക്കോടതി പരാമർശം നടത്തിയിരുന്നു. റഫീഖ് നെരിക്കുനി, KMIC ന്യൂസ്. ബാർക്കോഴ കേസിൽ ആരും ഒന്നും പറയരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അവര് പറഞ്ഞു ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് പാരീസ് മോഡൽ ഭീകരാക്രമണമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ബെൽജിയം കനത്ത സുരക്ഷാ വലയത്തിൽ. തലസ്ഥാനമായ ബ്രസൽസിലെ മെട്രോ ട്രെയിൻ സ്റ്റേഷനുകൾ ഞായറാഴ്ച വരെ അടച്ചു. പൊതുപരിപാടികൾ ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തലസ്ഥാനമായ ബ്രസൽസിൽ മാത്രമാണ് ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയതെങ്കിലും രാജ്യവ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബെൽജിയം പൌരനായ അബ്ദുൽ ഹമീദ് അബൌദിയായിരുന്നു പാരീസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ. ഇതും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ICF ഒമാൻ കേന്ദ്ര കമ്മിറ്റിയുടെയും സീബ് തഅലീമുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒമാൻ ദേശീയ ദിന റാലി സംഘടനാ മികവ് കൊണ്ടും പൊതുജന സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. സീബ് തഅലീമുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ നിന്ന് വൈകുന്നേരം 4:30 ആരംഭിച്ച റാലിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് മലയാളികൾ പങ്കെടുത്തു. ഒമാനിൽ സ്വദേശി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏറ്റവും മികച്ച റാലിയായിരുന്നു സീബിലേതെന്ന് സംഘാടകർ വ്യക്തമാക്കി. സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്റെ ചിത്രങ്ങളാലും ഒമാൻ ദേശീയ പതാകയാലും വർണ്ണാഭമായ ഘോഷയാത്രയിൽ കുട്ടികളുടെ ദഫ്മുട്ട് ഏറെ വ്യത്യസ്തമായി. സുൽത്താൻ ഖാബൂസിനും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സുൽത്താന്റെ അപദാന ഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ടും ജനങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ICF നാഷണൽ നേതാക്കളായ ഇസ്ഹാഖ് മട്ടന്നൂർ, നിസർ സഖാഫി, ഉമർ ഹാജി, ഷഫീഖ് ബുഖാരി, റഫീഖ് ധർമ്മടം, PVA ഹമീദ്, മുസ്തഫ ഹാജി, മജീദ് മുസ്ലിയാർ, സലാം പാണ്ടിക്കാട് തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകി. സഫ്വ വളണ്ടിയർമാർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ICF RSC പ്രവർത്തകർ എന്നിവർ ആവേശത്തോടെ റാലിയിൽ അണിനിരന്നു. ദേശീയ ദിന സന്ദേശം നൽകിക്കൊണ്ട് നാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി സംസാരിച്ചു. സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്റെ ജന്മദിനത്തിലും രാജ്യത്തിന്റെ ദേശീയ ദിനത്തിലും സന്തോഷം പങ്കിട്ട് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇവിടത്തെ വിദേശികൾക്ക് സാധ്യമല്ലെന്നും ഇത്തരമൊരു ചിന്തയാണ് ഘോഷയാത്ര സംഘടിപ്പിക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നും സംഘാടകർ വ്യക്തമാക്കി.
الأعزاء أسعد الله أوقاتكم. قابوس بن سعيد سلطان عمان أبقاه الله طول الزمان ربنا احفظ السلطان والشعب في الأوطان دوام العز والأمان. തങ്ങളുടെ ഇഷ്ടനേതാവിന് അഭിവാദ്യമർപ്പിച്ച് ഒരു കൂട്ടം വിദേശിപ്പട രംഗത്തിറങ്ങിയപ്പോൾ ആവേശഭരിതരായത് സ്വദേശികളാണ്. കൂട്ടമായി വീഡിയോ ദൃശ്യങ്ങളെടുത്തും ഘോഷയാത്രക്കൊപ്പം നിന്ന് സെൽഫിയെടുത്തും സ്വദേശി പൌരപ്രമുഖരടക്കം ആഘോഷത്തിൽ പങ്കാളികളായി. മലബാരികളുടെ അറബിയിലുള്ള ഗാനാലാപനവും മുദ്രാവാക്യങ്ങളുമാണ് ഒമാനികളെ കൂടുതൽ ആവേശത്തിലാക്കിയത്. ഘോഷയാത്രയുടെ വരവറിയിച്ച് ഒമാൻ പോലീസ് പൈലറ്റ് വാഹനം റാലിയുടെ മുൻനിരയിലുണ്ടായിരുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് പ്രകടനം കാണികൾക്ക് ആസ്വാദനം നൽകി. പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ അറബ് പ്രാദേശിക മാധ്യമ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നിട്ടും ചിട്ടയോടെയും അച്ചടക്കത്തോടെയും ജനങ്ങളെ നിയന്ത്രിക്കാൻ സംഘാടകർക്ക് സാധിച്ചത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിച്ചതും ROP ഉദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് ഇടയാക്കി. ചിട്ടയോടെയും അച്ചടക്കത്തോടെയും കൂടെയാണ് പ്രകടനം നടന്നതെന്ന് ഘോഷയാത്ര നിയന്ത്രിക്കാനെത്തിയ ROP ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊല്ലുകയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊല്ലുകയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊല്ലുകയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മലപ്പുറം നഗരിയിൽ ഇന്നത്തെ സായാഹ്നം വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പുതിയ കരുത്തിന്റെ കേന്ദ്രമാകും. ജില്ലയിലെ വ്യത്യസ്തമായ യൂണിറ്റുകളിൽ നിന്നുള്ള 10,000ങ്ങളാണ് ഐലൻഡ് പോയിന്റിൽ സംഗമിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ SSF ജില്ലാ സമ്മേളനമായ മദീന മഖ്ദൂമിന്റെ ഓർമ്മകളിൽ നിന്ന് 10 വർഷം പിന്നിടുമ്പോഴാണ് ഐലൻഡ് പോയിന്റ് പുതിയ ചരിത്ര മുന്നേറ്റത്തിന് സാക്ഷിയാവുന്നത്. വീരചരിതങ്ങളും വിപ്ലവ പോരാട്ടങ്ങളും അയവിറക്കുന്ന മാപ്പിള മലബാറിന്റെ ഭൂമികയാണ് മലപ്പുറം. ഇന്നലകളിലെ പ്രഖ്യാപനങ്ങളും സമ്മേളനങ്ങളും സംഘടനയുടെ കരുത്താണ് തെളിയിക്കുന്നത്. രാവിലെ 9 മണിയോടെ മലപ്പുറം വലിയങ്ങാടി ശുഹദാ മക്കാം സിയാറത്തിന് സ്വാഗത സംഘം ചെയർമാൻ P. ഇബ്രാഹിം ബാക്കവി നേതൃത്വം നൽകി. സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി PM മുസ്തഫ മാസ്റ്റർ SSFന്റെ പതാക ഉയർത്തി. ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന വിസ്ഡം സ്ക്വയറിലാണ് ക്യാമ്പസ് കോൺഫറൻസ് നടന്നത്. മലപ്പുറം വലിയങ്ങാടിയിലെ താജ് ഓഡിറ്റോറിയത്തിലാണ് വിസ്ഡം സ്ക്വയർ ഒരുക്കിയത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ ക്യാമ്പസ് കോൺഫറൻസ് നടന്നു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ക്യാമ്പസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. മുൻ ISRO ശാസ്ത്രജ്ഞൻ ഡോക്ടർ അബ്ദുസലാം, N. അലി അബ്ദുള്ള, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, മലയാളം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ലാൽ മോഹൻ, മുഹമ്മദ് അലി കിനാലൂർ തുടങ്ങി പ്രമുഖ നേതാക്കൾ പരിപാടിയെ അഭിസംബോധനം ചെയ്തു. ജില്ലയിലെ 100-ൽ പരം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്നുള്ള 1000 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്.
വൈകുന്നേരം 5 മണിയോടെ ഇരു സമ്മേളനങ്ങളിലെയും പ്രതിനിധികൾ അണിനിരന്ന വിദ്യാർത്ഥി റാലി വർണ്ണാഭമായി. ഇരു റാലികളും കോട്ടപ്പടി ഐലൻഡ് പോയിന്റിൽ സംഗമിച്ചു. അഭയാർത്ഥികളുടെ നോവുകൾ ലോകത്തിന് കാണിച്ചു തന്ന ഐലൻഡ് കുർദിയോട് ഐക്യദാർഢ്യപ്പെട്ടാണ് ഐലൻഡ് പോയിന്റ് നഗരി ഒരുക്കിയത്. മഅ്ദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ ഭാഗമായി മുംബൈ CSTയിൽ പ്രവർത്തനമാരംഭിച്ച ഔട്ട്റീച്ച് ഓഫീസ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് മുഖ്യ രക്ഷാധികാരി ഹാജി മഹമ്മൂദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. മഅ്ദിൻ മുംബൈ കോർദോവ സെന്റർ സെക്രട്ടറി TVK അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. വൈസനീയം കോർഡിനേറ്റർ സൈനുദ്ദീൻ നിസാമി കുന്നമംഗലം, കൺവീനർ ഖാലിദ് സഖാഫി സുലാത്ത് നഗർ എന്നിവർ പ്രസംഗിച്ചു. വൈസനീയത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഓഫീസ് പ്രവർത്തിക്കുക. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന 20 ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഅ്ദിൻ അക്കാദമി ഏറ്റെടുക്കുന്നുണ്ട്. വൈസനീയം ഗ്രാമീണ വികസന പദ്ധതികളിലൂടെ ഈ ഗ്രാമങ്ങളിലെ ജീവിതശൈലിയും വിദ്യാഭ്യാസ നിലവാരവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള സഹായങ്ങളാണ് മഅ്ദിൻ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ അവകാശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ബട്ടർഫ്ലൈ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. വൈസനീയത്തിന്റെ ഭാഗമായി മുംബൈയിൽ മഹബ്ബ ഫെസ്റ്റിവൽ, ഭീകരവിരുദ്ധ സെമിനാർ, സാംസ്കാരിക സമ്മേളനം, ടാലന്റ് സ്കാൻ, സൌഹാർദ്ദ സമ്മേളനം, ഫാമിലി മീറ്റ്, മാധ്യമ സെമിനാർ തുടങ്ങിയ പരിപാടികൾ നടക്കും. 3 വർഷം നീണ്ടു നിൽക്കുന്ന മഅ്ദിൻ അക്കാദമി വൈസനീയം 2017 ഡിസംബറിലാണ് സമാപിക്കുന്നത്. വിദ്യാഭ്യാസം, മതം, സംസ്കാരം, സാമ്പത്തികം, ചരിത്രം, കുടുംബം, കുടിയേറ്റം, ആരോഗ്യം, പരിസ്ഥിതി, ഭാഷ തുടങ്ങിയ 20 വിഭാഗങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ഏപ്രിൽ 12 സ്വലാത്ത് നഗറിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത്. സ്നേഹമുള്ള സുദൃഢമായ കുടുംബ ബന്ധത്തിന് കുടുംബത്തെ അറിഞ്ഞു സ്നേഹിക്കണമെന്ന് പ്രശസ്ത ഖുർആൻ പ്രഭാഷകൻ ഷാഫി സഖാഫി മുണ്ടമ്പ്ര പറഞ്ഞു. ICF ബർദുബായ് യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 6 മാസക്കാലം നീണ്ടുനിൽക്കുന്ന മെമ്മറൈസിന്റെ പ്രഥമ സംരംഭമായ സ്മാർട്ട് ഫാമിലിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടി ഇസ്മായിൽ ഹസനിയുടെ അധ്യക്ഷതയിൽ ICF ദുബായ് സെൻട്രൽ പ്രസിഡന്റ് മുസ്തഫ ദാരിമി വിളയൂർ ഉദ്ഘാടനം ചെയ്തു. വടശ്ശേരി ഹസൻ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. വടകര മണിയൂർ പഞ്ചായത്തിലെ എളമ്പിലാട് യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SBS സംഘടനകളുടെ ആസ്ഥാനമായി നിർമ്മിക്കുന്ന മിസ്ബാഹ് സുന്നി സെന്ററിന്റെ ശിലാസ്ഥാപനം നാളെ വൈകിട്ട് 7 മണിക്ക് SPH സയദുദ്ദീൻ തങ്ങൾ വളപട്ടണം നിർവഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് KT മൂസ ഹാജി അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന പ്രഭാഷണത്തിലും ആത്മീയ സമ്മേളനത്തിലും SPH തങ്ങൾ, സയ്യിദ് ഹാരിസ് സഖാഫി, PT അബൂബക്കർ സഖാഫി, സേദലവി സഖാഫി, PP ഹാരിസ് സഖാഫി തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രം സൃഷ്ടിച്ച് ICF ഒമാൻ ദേശീയ ദിനാഘോഷ റാലി, ആവേശഭരിതരായി സ്വദേശികൾ. 21ാം നൂറ്റാണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസിയാൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പതാക തലതിരിച്ചുകെട്ടി അപമാനിച്ചു. പശുവിനെ കൊല്ലുന്നവർക്ക് രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലെന്ന് കോൺഗ്രസ് നേതാവായ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. മഅ്ദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുംബൈയിൽ വൈസനീയം ഓഫീസ് തുറന്നു. ചരിത്രമെഴുതി SSF മലപ്പുറം ജില്ലാ സമ്മേളനം, പുതിയ പ്രഖ്യാപനത്തിനായി 10,000 മലപ്പുറത്ത്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.